സോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്കറിയാവുന്ന കുറച്ച് സ്റ്റഡി ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. അപ്പോൾ എനിക്ക് അത്ര നല്ലതായിട്ട് പഠിക്കാനൊന്നും അറിയില്ല, എങ്കിലും ഞാൻ കേട്ട് പരിചയമുള്ള കുറേ ടിപ്സും ട്രിക്സും നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. എനിക്കറിയാവുന്നത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നോക്കിയിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതായത് നിങ്ങൾ കേട്ടിട്ടുള്ള കുറേ ട്രിക്സും ഇതിനകത്തുണ്ട്. അപ്പോൾ ഞാൻ ChatGPT, ഗൂഗിൾ അങ്ങനെ കുറേ സംഭവങ്ങൾ നോക്കിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഫസ്റ്റ് ടെക്നിക്കാണ് പൊമോഡോറോ ടെക്നിക്ക്. ആരും സംശയിക്കൊന്നും വേണ്ട, 25 മിനിറ്റ് സ്റ്റഡി, 5 മിനിറ്റ് ബ്രേക്ക്, ആ പരിപാടി തന്നെയാണ് ഈ പരിപാടി. കേട്ട് ഞാൻ മടുത്തു. ഡോണ്ട് വറി, കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയി ഞാൻ പറഞ്ഞുതരാം. ഗൈസ്, ഈ പൊമോഡോറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൊമാറ്റോ എന്നാണ് മീനിങ് വരുന്നത്. പൊമോഡോറോ എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ ലാംഗ്വേജിലാണ് തക്കാളിക്ക് പൊമോഡോറോ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊമോഡോറോ ടൈമർ എന്ന് പറയുന്ന ഒരു ടൈമർ വരുന്നുണ്ട്. അതേപോലെ തന്നെ പൊമോഡോറോ ടൈമർ എന്നും പറഞ്ഞ് ഒത്തിരി അധികം ആപ്സും കിട്ടുന്നുണ്ട്. അതേപോലെ ഒത്തിരി വീഡിയോസും ഇങ്ങനെയുണ്ട്. 25 മിനിറ്റ് ആദ്യമേ പഠിക്കാൻ വേണ്ടി, പിന്നെ 5 മിനിറ്റ് ബ്രേക്ക്, 25 മിനിറ്റ് പഠിക്കാൻ വേണ്ടി 5 മിനിറ്റ് ബ്രേക്ക്, അങ്ങനെ നാല് സ്റ്റഡി സെഷനും അതേപോലെ തന്നെ 3 ബ്രേക്കും ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു 25 മിനിറ്റ് നല്ലതുപോലെ തന്നെ ഫോക്കസ് ആയിട്ടിരിക്കണം. ഹ്യൂമൻ ബ്രെയിനിന് മാക്സിമം ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ടൈം 30 മിനിറ്റ്സ് ആണ് പറയുന്നത് കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അതേപോലെ തന്നെ ഈ സെഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ, അതായത് 4 സ്റ്റഡി സെഷനില്ലേ, അപ്പോൾ ആ 4 സ്റ്റഡി സെഷനും അതേപോലെ 3 ബ്രേക്കും കഴിഞ്ഞതിന് ശേഷം ഒരു ലോങ് ബ്രേക്ക് എടുക്കണം. അതായത് 1 ഹവറോ അല്ലെങ്കിൽ 30 മിനിറ്റ്സോ ഒരു ലോങ് ബ്രേക്ക് എടുക്കണം. അതേപോലെ ഈ ഒരു 25 മിനിറ്റ് സ്റ്റഡി സെഷനിൽ ഡിസ്ട്രാക്ഷൻസ് ഒന്നും പാടില്ല. ഫോൺ വേണമെങ്കിൽ എയർപ്ലെയിൻ മോഡിൽ ഇടാം, നോട്ടിഫിക്കേഷനൊക്കെ മ്യൂട്ടാക്കി വെക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചെയ്ത് വെക്കാം, ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കാൻ വേണ്ടി. ഈ ഒരു ടെക്നിക്കിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊക്രാസ്റ്റിനേഷൻ കുറയും, കോൺസെൻട്രേഷൻ കൂടും, അതേപോലെ തന്നെ സ്റ്റഡി സ്ട്രെസ്സ് കുറയും, ടൈമൊക്കെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാനും പറ്റും. അടുത്ത റൂളാണ് 3-2-1 റൂൾ എന്ന് പറയുന്നത്. ഇത് ആർക്കും അങ്ങനെ ഫെമിലിയർ ആയിരിക്കത്തില്ല. 3-2-1 3 എന്ന് പറയുന്നത് ഒരു 3 കാര്യങ്ങൾ മാത്രം എഴുതുക, 3 കാര്യങ്ങൾ മാത്രം ഞാൻ ഡയറിയിലോ എവിടെയെങ്കിലും ടു ഡു ലിസ്റ്റ് പോലെ വെക്കുക. നമ്മുടെ ബ്രെയിനിന് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിരിക്കും ഇഷ്ടം, അങ്ങനെ വെയിറ്റേജ് ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ അങ്ങനെ ഇഷ്ടമല്ലായിരിക്കും. സോ 3 കാര്യങ്ങൾ മാത്രം എഴുതി വെക്കുക. എക്സാമ്പിൾ, ബയോളജി ഹാഫ് പോർഷൻ പഠിക്കണം, ഇംഗ്ലീഷ് ഗ്രാമർ, റിപ്പോർട്ടർ സ്പീച്ച് പഠിക്കണം, അതേപോലെ തന്നെ മാത്സ് പ്രോബ്ലംസ് 3-4 എണ്ണം ചെയ്യണം. ഇങ്ങനെയൊക്കെ എഴുതി വെച്ചാൽ മതി. ഇത് ഇനി വർക്കിംഗ് ആയിട്ടുണ്ട്. ഇനി 2 എന്തെന്ന് വെച്ചാൽ 3-2-1 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മിനിറ്റ്സ് റൂളാണ്. 2 മിനിറ്റത്തേക്ക് മാത്രം ഇരിക്കുക എന്നൊരു രീതിയിൽ ഇരിക്കുന്നിട്ട് പഠിച്ചു തുടങ്ങാം. നമ്മൾ 2 മിനിറ്റ്സ് ഇരുന്ന് കഴിഞ്ഞാലും വീണ്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടങ്ങേ ഇരിക്കും. അതേപോലെ തന്നെ ബ്രേക്ക് അടിക്കുകയും വേണം. ഇനി നെക്സ്റ്റ് 3 മിനിറ്റ്സ് റൂളിലെ 3-2-1 റൂളിലെ 1 എന്തുവാന്നുള്ളതാണ് ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഒഴിവാക്കുക. അതായത് നമ്മുടെ ടേബിളിലോ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന സ്ഥലത്തിന് കൺവെട്ടത്തോട്ട് ഒരു സംഭവങ്ങളും വെക്കാതിരിക്കുക. അതാണ് 2-1 റൂളിലെ 1 എന്ന് പറയുന്ന റൂള്. ഈ പൊമോഡോറോ ടെക്നിക്ക് വർക്കായിട്ടില്ലെങ്കിലും ഈ പറഞ്ഞ റൂള് വർക്കായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നത് ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ ഒരു റൂള്, അങ്ങനെ 2 സംഭവങ്ങളാണ് പറഞ്ഞു തന്നത്. ഇനി ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. ഇത് ഉറങ്ങുന്നതിന് 10 മിനിറ്റ്സ് മുമ്പ് നമ്മളാണെങ്കിൽ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് അത് സ്റ്റോർ ചെയ്ത് വെക്കും, ഒരു ലോങ് ടേം മെമ്മറി പോലെ കിടക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ഇപ്പം 4ാമത്തെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരോടെങ്കിലും സംസാരിക്കുന്നത് പോലെ പഠിക്കുക. മീൻസ് നമ്മളിപ്പോൾ ഒരാളുടെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ മൈൻഡിൽ കുത്തും കോമ കിടക്കുകയും ചെയ്യും. പക്ഷേ നമ്മളെന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും ടഫായിട്ടുള്ള കുറേ വേർഡ്സൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതിലും നല്ലത് മനസ്സിലാക്കി ആരോടെങ്കിലും സംസാരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആരോടെങ്കിലും പഠിപ്പിക്കുന്ന രീതിയിൽ പഠിക്കുന്നതാണ്. ഇത് നമ്മുടെ മൈൻഡിൽ എല്ലാം അതിനകത്ത് ഒരു അതൊക്കെ പോവാതെ തന്നെ സ്റ്റോർ ആവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുള്ളായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ നെയിം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ഏത് കമൻറ്റാണോ അത് ഞാൻ പിൻ ചെയ്ത് വെക്കാം. അതേപോലെ തന്നെ നമ്മളിപ്പോൾ 94 സബ്സ്ക്രൈബേഴ്സ് എത്തിയിട്ടുണ്ട്. ഇനി 6 സബ്സ്ക്രൈബേഴ്സും കൂടെ ആയിക്കഴിഞ്ഞാൽ 100 അടിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് വെക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ പാർട്ട് 2 വേണമെങ്കിൽ സൂൺ ഞാൻ ആനുവൽ എക്സാമിനൊക്കെ കുറച്ച് മുമ്പ് ഞാൻ ചെയ്യാം, നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ. ടേക്ക് കെയർ, ഗുഡ് ബൈ.